മാഷേ, എന്താ മോനെ? അവിടെ രണ്ട് ചേട്ടന്മാര് വെള്ളത്തിനോട് സംസാരിക്കുന്നു. ആഹാ, എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം. ആ മാഷേ, നോക്കാം. ഹായ് മാഷേ. ഒരു സംഭവം ഉണ്ട്, നമുക്ക് കാണാം. എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. വേഗം ഐസാവ്. നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, വേഗം ഐസാവ്. മഴത്തുള്ളിയായി നീ ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കുന്നത് കാണുന്നതിലും വലിയ ആനന്ദം മറ്റെന്താ ഉള്ളത്. വേഗം ഐസാവ്. മനുഷ്യനൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, ഏത് നേരം മഴ മഴ വെള്ളം. വേഗം ഐസാവ്. നീയില്ലാതെ ഒരു ജീവജാലങ്ങൾക്കും നിലനിൽപ്പില്ല. വേഗം ഐസാവ്. നീ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല, ഐസാവ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ നിന്നിലൂടെയാണ്. ഐസാവ്. നിന്നെ കൊണ്ട് യാതൊരു കാര്യമില്ല, എന്തുപകാരം, ഐസാവ്. എന്താ പരിപാടി? ഞങ്ങളൊരു അന്വേഷണത്തിലാണ്. ജാപ്പനീസ് എഴുത്തുകാരനായ മസാരു ഇമാട്ടോ ജലത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങൾ. നല്ല വാക്കുകൾ കേൾക്കുന്ന ജലം ക്രിസ്റ്റൽ ഘടനയിൽ മനോഹരമായി ഐസാവുന്നതും ചീത്ത വാക്കുകൾ കേൾക്കുന്ന ജലം വികൃതമായി ഐസാവുന്നതും അല്ലേ? ആ മാഷേ, അതിൻ്റെ ഒരു പരീക്ഷത്തിലാണ് ഞങ്ങൾ. മുനിമാര് പണ്ട് ജലമെടുത്ത് ജലേ ജീവനം, ജലേ ശുദ്ധി, ജലേ സ്മൃതി എന്ന് ജപിച്ചിട്ടാണ് ആ വെള്ളം ഉപയോഗിച്ചിരുന്നതെന്ന് പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ടൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല പരീക്ഷണമാണല്ലോ മാഷേ. ഞാനാണ് ഇത് ആദ്യം കണ്ടത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവും മാഷേ? ഉറപ്പ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റാത്തത്. ഒരു പക്ഷേ ഉണ്ടാകും. പുരാണങ്ങളിൽ പറയുന്ന പലതും ഈ കണ്ടുപിടുത്തത്തിന് ബലം നൽകുന്നതാണ്. മറ്റൊരു നല്ല വശമുണ്ട്. നല്ലത് പറയുമ്പോൾ ഉണ്ടാവുന്നത് ഒരു പോസിറ്റീവ് എനർജി അല്ലേ? അതെ, ആ പോസിറ്റീവ് എനർജി നന്മയിലേക്ക് വഴി തെളിയിക്കും. വെള്ളത്തിന് മാത്രമല്ല, മനുഷ്യരിലും. അതും ശരിയാണ് മാഷേ. ഒരാളെ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന നമുക്കും തിരിച്ചു കിട്ടുന്നത് തന്നെയല്ലേ? വെള്ളത്തിലെ കണ്ടുപിടുത്തം മനുഷ്യരിലും കറക്റ്റാണല്ലേ? പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ എന്ത് പ്രശ്നത്തിനും നല്ല പരിഹാരം നമ്മിലേക്ക് വരുന്നത് പോലെ വെള്ളത്തിനും പോസിറ്റീവ് വാക്കുകളായിരിക്കും ഇഷ്ടം. മനുഷ്യ ശരീരത്തിലെ 60% വെള്ളമാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജാപ്പനീസ് എഴുത്തുകാരനായ മസാരു ഇമാട്ടോ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യരുടെ കാര്യത്തിലും അപ്പോൾ കറക്റ്റാണല്ലേ? അതെ, നല്ലത് പറയാം, നന്നായി വളരാം.